നോവാവുകയാണ് വയനാട് ഉരുൾപൊട്ടലിൽ തെരച്ചിൽ ദൗത്യം 8-ാം ദിവസത്തിലേക്ക് മാറുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 8-ാം ദിവസത്തിലേക്ക്. സൂചിപ്പാറ സൺറൈസ് വാലിയിൽ നിന്ന് പ്രത്യേക തെരച്ചിൽ നടത്തും. സൂചിപ്പാറയ്ക്കും പോത്തുകലിനും ഇടയിലാണ് തെരച്ചിൽ നടത്തുക. സൈന്യത്തിന്റെയും വനംവകുപ്പിന്റെയും 12-അംഗ സംഘത്തെ വ്യോമസേന ഹെലികോപ്റ്ററിൽ സ്ഥലത്തെത്തിക്കും. വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂർജിത്ത് അയ്യപ്പൻ ചേർന്നു. സൂർജിത്ത്, മുണ്ടക്കി പുഞ്ചിരിമട്ടം ഭാഗത്ത് പരിശോധന തുടരുമ്പോൾ തന്നെ ഈ സൂചിപ്പാറയ്ക്ക് സമീപമുള്ള ഈ സൺറൈസ് വാലിയിൽ ഹെലികോപ്റ്ററിൽ, അതായത് ദൗത്യസംഘത്തിന് ഇതുവരെ എത്താൻ സാധിക്കാത്തയിടത്ത് ഹെലികോപ്റ്ററിൽ ആളുകളെ എത്തിച്ചൊരു തെരച്ചിൽ, അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട തെരച്ചിൽ. മറ്റ് തെരച്ചിലുകളുടെ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട തിരച്ചിൽ എന്ന് പറയുന്നത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള പോത്തുകൽ വരെയുള്ള ചാലിയാറിന്റെ പ്രദേശങ്ങളാണ്. ഒപ്പം തന്നെ നിലമ്പൂരിന്റെ ആ മേഖലയിലും ഈ ചാലിയാർ കടന്നു പോകുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തും. പ്രധാനമായും ഈ ദൗത്യ സംഘത്തിന് എത്താൻ കഴിയാത്ത ചില മേഖലകളുണ്ട്. അവിടുത്തെ അതായത് സൂചിപ്പാറയ്ക്ക് താഴെയുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്ന് പറയുന്നത് ആ മേഖലയിലൂടെ പല ഇടങ്ങളിലും വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. 3ഓളം വലിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതെല്ലാം തന്നെ തരണം ചെയ്ത് കൂറ്റൻ പാറകളും മറ്റുമുണ്ട്. അതെല്ലാം തരണം ചെയ്ത് വേണം തെരച്ചിൽ നടത്താൻ. നിലവിൽ ഒരു ഭാഗത്ത് മാത്രമാണ് തെരച്ചിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് പൂർണ്ണമായുള്ള തെരച്ചിൽ എന്നുള്ള തരത്തിലേക്ക് ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഹെലികോപ്റ്റർ മുഖാന്തരം ഉള്ള ഒരു തിരച്ചിലും നടക്കുന്നുണ്ട്. അതായത് തെർമൽ സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഹെലികോപ്റ്റർ മാർഗമുള്ള ഒരു തെരച്ചിൽ നീക്കമുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഹെലികോപ്റ്റർ 8 മണിക്ക് SKMJ സ്കൂളിൽ നിന്ന്, കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്ന് ഹെലികോപ്റ്റർ ആ മേഖലയിലേക്ക് പുറപ്പെടും. മാത്രമല്ല ദൗത്യ സംഘങ്ങളായി തിരിഞ്ഞ് ഇന്ന് രാവിലെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് സേനാ വിഭാഗങ്ങളിലെ ഫയർഫോഴ്സും NDRF-ഉം സൈന്യവും അടക്കമുള്ള ആ ഒരു ഉദ്യോഗസ്ഥരുടെ ടീം താഴേക്ക് ഇറങ്ങും. ക്ലൈംബിംഗ് വിദഗ്ധർ അടക്കം ഈ ടീമിലുണ്ടാകും. അതായത് വടം കെട്ടി അപ്പുറത്തേക്ക് കടന്നു വേണം ഈ മൃതദേഹങ്ങളെ തിരച്ചിൽ നടത്താൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിന്റെ മേഖലകളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ചാലിയാർ കേന്ദ്രീകരിച്ച് ഒരു തെരച്ചിൽ എന്നുള്ള നിലയിലേക്ക് വീണ്ടും സജീവമായി തന്നെ സേനാ വിഭാഗങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് പലയിടങ്ങളിലും ഇന്നലെ മൃതദേഹം ലഭിച്ചു. ഇന്നലെ ആകെ ലഭിച്ചത് 6 മൃതദേഹങ്ങളാണ്. ശരീരഭാഗങ്ങളും വിവിധയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനായി കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. അതെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിലേക്കാണ് കിടക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 7 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ആരംഭിക്കാനുള്ള, അതായത് വെളിച്ചം വീഴുമ്പോൾ തിരച്ചിൽ ആരംഭിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. തെർമൽ സ്കാനിംഗ് അടക്കമുള്ള സംവിധാനങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തി മൃതദേഹ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതേസമയം കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്ന അവസ്ഥയും ഉണ്ട്. ഇന്നലെ തന്നെ 189 ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും ഉൾപ്പെടെ 31 മൃതദേഹങ്ങളാണ് ഇന്നലെ സംസ്കരിച്ചത്. കൂട്ടക്കുഴിമാടം ഒരുങ്ങുന്നത് ഈ ഹാരിസൺ മലയാളത്തിന്റെ തോട്ടത്തിലാണ്, പുത്തുമലയിലാണ്. നേരത്തെ പുത്തുമല ഉരുൾപൊട്ടൽ മരിച്ചവർക്ക് അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏതാണ്ട് അതിനടുത്തായി തന്നെയാണ് കൂട്ടക്കുഴിമാടങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ ഇന്നലെ സംസ്കാരം പൂർത്തിയായി. ഇന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇതിനായി ഹാരിസൺ മലയാളത്തിന്റെ 50 സെന്റ് ഭൂമി കൂടി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് രേഖകൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ, മാത്രമല്ല ഈ മരിച്ചവരുടെ കുടുംബങ്ങളിൽപ്പെട്ട അതിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട്. അതെല്ലാം തന്നെ വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് കെട്ടിടങ്ങളുടെ ഒരു പരിശോധന നടത്തും. അത് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക എന്നുൾപ്പെടെയുള്ള നിലപാടിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള പരിശോധന. മാത്രമല്ല എത്ര കെട്ടിടങ്ങൾ തകർന്നതിന്റെ കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രം ഈ വൈദ്യുതി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വൈദ്യുതി വകുപ്പ് ഇടപെടുന്നുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ എല്ലായിടത്തേക്കും വൈദ്യുതി എത്തിക്കാനുള്ള നീക്കവും വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോഴും മുണ്ടക്കൈ മേഖല ഇരുട്ടിലാണ്. തീർത്തും ജനവാസമില്ലാത്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. രാത്രിയായാൽ അവിടെ ഈ കളവ് നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണസമയം 24 മണിക്കൂറും പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് റോന്തു ചുറ്റുന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു
സ്വീകരിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ അങ്ങനെ ഒരു പരാതികൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അടച്ചിട്ട വീടുകളിൽ നടക്കം ഈ മോഷണം വ്യാപകമാവുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതനുസരിച്ചാണ് ഇത്തരത്തിലുള്ള സമീപനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. മന്ത്രിതല സംഘം ഇന്ന് രാവിലെ തന്നെ ഈ മേഖലയിലേക്കും എത്തും. മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഇതിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള നടപടികൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തുന്നുണ്ട്. 250 കോടിയോളം രൂപ ഇതിനകം തന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ചിട്ടുണ്ട്. 30-ാം തീയതിക്ക് ശേഷം ലഭിച്ച ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ച തുക പൂർണ്ണമായും വയനാടിനായി വിനിയോഗിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന കാര്യം സർക്കാർ തന്നെ നിർവഹിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങനത്തെ നടപടികളെല്ലാം തന്നെ സമാന്തരമായി നടക്കുന്നുമുണ്ട്. സുഹൈൽ, സുർജിത്ത്, ഈ കാണാതായവരുടെ പ്രിസൈസ് ആയ ഒരു കണക്കെടുപ്പ് എന്തായി? അത്തരം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ക്യാമ്പുകളിൽ നിന്നടക്കം അതിജീവിച്ചവരിൽ നിന്നടക്കം ആരൊക്കെ കാണാതായി നടക്കുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നു മനസ്സിലാകുന്നു. അതിന്റെ ഒരു പ്രിസൈസ് ആയ ഒരു കണക്കെടുപ്പ് റവന്യൂ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? അതിന്റെ ഒരു കണക്കെടുപ്പ് നിലവിൽ പൂർത്തിയായിട്ടില്ല. 200ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗിക വിവരം. അത്തരത്തിൽ ഉള്ള ആ കണക്കെടുപ്പിന്റെ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പ് എല്ലാം തന്നെ സമാന്തരമായി നടക്കുന്നുണ്ട്. ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചാണ് ഈ പ്രത്യേകിച്ച് ഈ റേഷൻ കാർഡുകളും ഈ ഗ്യാസിന്റെ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേർ കാണാതായി എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള ഒരു കണക്ക് ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും അത്തരം വിവരശേഖരണം കൂടി ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് വൈകാതെ തന്നെ എത്ര പേർ കാണാതായിട്ടുണ്ടെന്നുള്ളൊരു കണക്ക് റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഒരു അന്തിമ രൂപത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. 200ഓളം പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് അനൌദ്യോഗിക വിവരം. സുഹൈൽ, ശരി, ദൗത്യസംഘത്തിന് ഇതുവരെ എത്തിപ്പെടാനാകാത്ത സൺറൈസ് വാലിയിൽ ഇന്ന് ദൗത്യസംഘത്തെ എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ടൊരു തെരച്ചിൽ തുടരും. അതിനോടൊപ്പം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്തും ചാലിയാറിന്റെ തീരത്തും തെരച്ചിൽ 8-ാം നാളും തുടരും.